കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കാണാനിടയായ ഒരു യുവാവിന്റെ കുറിപ്പ് നമ്മുടെ കണ്ണുകൾ ഈറനണിയിക്കുന്നതാണ്. കുഞ്ഞായിരിക്കുമ്പോഴേ മാതാപിതാക്കൾ ഉപേക്ഷിച്ചു പോയ ആ ചെറുപ്പക്കാരന് ഈ കാലം അത്രയും അമ്മയുടെ സ്നേഹം എന്താണെന്നറിയാൻ സാധിച്ചിട്ടില്ല. മാതാപിതാക്കളെ ഒരുപാട് അന്വേഷിച്ചു നടന്നുവെങ്കിലും കണ്ടെത്താനും സാധിച്ചില്ല. അങ്ങനെയാണ് ആ യുവാവ് ഒരു അമ്മയെ ദത്തെടുക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. പിന്നീട് സംഭവിച്ചത് ഇങ്ങനെ. യുവാവ് പങ്കുവച്ച വാക്കുകൾ ഇങ്ങനെയാണ്: ചില സ്വപ്നങ്ങളുണ്ട്, ഒരുപക്ഷെ കാണുന്നവർക്ക് അതൊരു ഭ്രാന്തായി തോന്നാം. ലോകം മുഴുവൻ എതിർക്കപ്പെടുമ്പോഴും നമ്മുടെ ഉള്ളിൽ അതൊരു തീയായി ആളിക്കത്തിക്കൊണ്ടിരിക്കും. അതുപോലെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു സ്വപ്നം ഞാൻ നിറവേറ്റിയിരിക്കുകയാണ്. ഞാനൊരു അമ്മയെ ദത്തെടുത്തിരിക്കുന്നു. ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നത് പോലെയല്ല ഇത് എന്നെനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഈ തീരുമാനമെടുക്കുമ്പോൾ അനുകൂലമായ ഒരു വാക്കുപോലും എൻ്റെ പ്രിയപ്പെട്ടവരുടെ അടുത്തു നിന്നും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നെ സ്നേഹിക്കുന്നവരും എൻ്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്നവർ പോലും എന്നെ എതിർത്ത നിമിഷം. ഇത് ശരിയായ ഒരു കാര്യമല്ലെന്നും ഇതിൽ കുറെ പ്രശ്നങ്ങളുണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് അവരെന്നെ പിന്തിരിപ്പിക്കാനായി ശ്രമിച്ചു. പക്ഷേ ഞാൻ ഒരുപാട് ആലോചിച്ച ശേഷമാണ് ഇങ്ങനെയൊരു വഴി തിരഞ്ഞെടുത്തത്. ഒരുപക്ഷെ എൻ്റെ കുട്ടിക്കാലം മുതൽ എൻ്റെ ഉള്ളിൽ വളർന്നു വന്ന ഒരു ആഗ്രഹമായിരിക്കാം അത്. ജനിച്ച ഉടനെ അച്ഛനും അമ്മയും ഉപേക്ഷിച്ചു പോയ ഒരു കുട്ടിയുടെ ജീവിതം. ആ വേദന ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന ഒരുപാട് വേദനകളുണ്ട്. കളിച്ചും ചിരിച്ചും അച്ഛനമ്മമാരുടെ കൈപിടിച്ച് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെ കണ്ട് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. സ്കൂളിലെ അവസാന ബെല്ലടിക്കുമ്പോൾ ഓടിവന്ന് നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ഒരു അമ്മയില്ലാത്തതിന്റെ വേദന ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. എന്തിനായിരിക്കും എന്നെ അച്ഛനും അമ്മയും ഉപേക്ഷിച്ചു പോയത് എന്നോർത്ത് എത്രയോ രാത്രികൾ ഞാൻ ഉറങ്ങാതെ കിടന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം നഷ്ടപ്പെട്ടതോർത്ത് വിലപിക്കാൻ നിൽക്കാതെ ജീവിതത്തിൽ പുതിയതായി എന്തെല്ലാം നേടിയെടുക്കാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് ശേഷം ഞാൻ ആഗ്രഹിച്ച ഒരു ജോലി എനിക്ക് ലഭിച്ചു. വർഷങ്ങൾക്കിപ്പുറം ഒരു വീട് ഞാൻ സ്വന്തമാക്കി. അത്യാവശ്യം ജീവിക്കാനുള്ള സമ്പാദ്യവും നേടി. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആ സ്വപ്നത്തെ പിന്തുടരാനുള്ള സമയം അടുത്തു എന്ന് എനിക്ക് മനസ്സിലായത്. അതിനിടയിലെല്ലാം ഞാൻ എൻ്റെ മാതാപിതാക്കളെ കണ്ടെത്താനുള്ള പല ശ്രമങ്ങളും നടത്തിയിരുന്നു. പക്ഷേ അതൊന്നും വിജയം കണ്ടിരുന്നില്ല. ഞാൻ എന്തെല്ലാം നേടിയെന്ന് പറഞ്ഞാലും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടബോധമായി ആ വേദന എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊരു ചിന്തയുദിക്കുന്നത്. എന്നാൽ ഈ ആശയം പങ്കുവച്ചപ്പോൾ ആരും തന്നെ എന്നെ പിന്തുണയ്ക്കാനുണ്ടായിരുന്നില്ല. നിനക്ക് അവരെ നോക്കാൻ കഴിയുമോ, ഇതിലൂടെ വരാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ വന്നു. എന്നാൽ ഒരിക്കൽ പോലും അമ്മയുടെ സ്നേഹം അനുഭവിക്കാത്ത ഒരു മകൻ എന്ന നിലയിൽ ആ സ്നേഹം തേടിപ്പോകുന്നത് തെറ്റല്ല എന്ന് എനിക്ക് തോന്നി. എന്നെ ഉപദേശിച്ചവരെ ഒന്നും ഞാൻ തിരുത്താൻ ശ്രമിച്ചില്ല. കാരണം അച്ഛനമ്മമാരോടൊപ്പം സന്തോഷമായി ജീവിക്കുന്ന അവർക്ക് എൻ്റെ വേദന പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല. കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വിലയറിയില്ലല്ലോ. ആരോരുമില്ലാത്തതിന്റെ വില അവർക്ക് മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ടാണല്ലോ ഇവിടെ വൃദ്ധസദനങ്ങളും പെരുകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഞാനൊരു അമ്മയെ സ്വന്തമാക്കി. ഇപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സ്വപ്നത്തിന് മനോഹരമായ പൂർണ്ണതയുണ്ടായിരിക്കുകയാണ്. ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നില്ല. ഇതിന്റെ വരും വരായികളെല്ലാം ഞാൻ ദൈവത്തിന് വിട്ടുകൊടുക്കുന്നു. ഇനിയുള്ള കാലം ഞാനും എൻ്റെ അമ്മയും സന്തോഷത്തോടെ ജീവിക്കും. ഇങ്ങനെയായിരുന്നു യുവാവ് തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. എന്തായാലും വളരെ ഹൃദയസ്പർശിയായ ഈ കുറിപ്പ് നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയത്. നിരവധി ആളുകളാണ് ഈ കുറിപ്പിന് താഴെ കമന്റുകളുമായി രംഗത്തെത്തിയിട്ടുള്ളത്. എന്നാൽ ചില ആളുകൾ ഇതൊരു സാങ്കല്പിക കഥയാണ് എന്ന തരത്തിലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഇതൊരു കഥയോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമോ എന്നതിനും അപ്പുറം സ്വന്തം മാതാപിതാക്കളെ തെരുവുകളിലും അനാഥാലയങ്ങളിലും ഉപേക്ഷിച്ചു പോകുന്ന മക്കളുള്ള ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു കഥയ്ക്ക് ഏറെ പ്രസക്തിയുണ്ട്.